ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ക്രൂരതയ്ക്ക് തൂക്കുകയർ. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. പ്രായത്തിന്റെ ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. തെളിവ് നശിപ്പിച്ചതിന് അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പ്രതി സമർത്ഥമായി കുറ്റകൃത്യം നടത്തിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി. ആത്മാർത്ഥമായി സ്നേഹിച്ച ഷാരോണിനോട് ഗ്രീഷ്മ കാട്ടിയത് അതിക്രൂരമായ വിശ്വാസ വഞ്ചനയാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഗ്രീഷ്മ ഷാരോണിനെ ആസൂത്രിതമായി കൊന്നതാണെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. ഉത്തരവിൽ ഗ്രീഷ്മയുടെ ക്രൂരതകൾ ജഡ്ജി എണ്ണിപ്പറഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പ്രണയത്തിന്റെ അടിമയായി മാറിയ ഷാരോണിനെ പ്രകോപനമില്ലാതെയാണ് ഗ്രീഷ്മ കൊന്നത്. ഗാഢമായ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു. ഗ്രീഷ്മയുടെ ആ കൗശലം വിജയിച്ചില്ല. മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി തള്ളി. ആദ്യം ജ്യൂസ് ചലഞ്ചിലൂടെ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം കൊലപാതകം നടത്തി. ജീവപര്യന്തം ശിക്ഷ നൽകാവുന്ന കുറ്റം ചെയ്ത പ്രതി നേരത്തെ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. സ്ലോ പോയ്സണിംഗ് ആണ് ഗ്രീഷ്മ ലക്ഷ്യം വെച്ചതെന്നും കോടതി നിരീക്ഷിച്ചു. കേസിനിടെ ഗ്രീഷ്മ ജയിലിൽ നടത്തിയത് വ്യാജ ആത്മഹത്യാ ശ്രമമാണെന്നും കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ നിരീക്ഷിച്ചു. കേസിലെ 1-ാം പ്രതിയായ ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകത്തിനു വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ, ജീവന് ഹാനിയുണ്ടാക്കുന്ന രീതിയിൽ വിഷം കൊടുക്കുക, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു. സമർത്ഥവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ലെന്ന് പറഞ്ഞാണ് 24 വയസ്സുകാരിയായ ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. തെളിവ് നശിപ്പിച്ചതിന് കേസിലെ 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. കേസിലെ 2-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഷാരോണിന്റെ അച്ഛനും സഹോദരനും മാധ്യമങ്ങളെ കാണുന്നു. കേസിന്റെ നടത്തിപ്പാണെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ കുറേ എവിഡൻസ് ഞങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മാക്സിമം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ കേസ് ഇത്രയും നല്ലൊരു വിധി നമുക്ക് കിട്ടിയത്. അപ്പം പോലീസ് അന്വേഷണ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു നമുക്ക് കിട്ടിയത് തുടക്കം മുതൽ. അപ്പോൾ അവർക്ക് പറ്റുന്ന പരമാവധി തെളിവുകൾ അവർ ശേഖരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിധി നമുക്കിപ്പോൾ ഒരു നല്ലൊരു രീതിയിൽ കിട്ടിയത്. ഈ ഒരു പ്രതിഭാഗം പ്രധാനമായിട്ട് തുടക്കുന്നത് പറഞ്ഞൊരു കാര്യം ഈ പ്രായത്തിന്റെ ആനുകൂല്യം ഗ്രീഷ്മയ്ക്ക് കൊടുക്കണമെന്ന്. അപ്പൊ അതൊക്കെ പൂർണ്ണമായി കോടതി തള്ളിക്കളഞ്ഞു. അത് ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ആ ഒരു വാദം പ്രതിഭാഗം വക്കീൽ പറഞ്ഞപ്പോഴത്തേക്കും അതുപോലെ തന്നെയായിരുന്നു ജഡ്ജിൻ്റെ ഇന്ന് ജഡ്ജ്മെന്റിലും സെയിം തന്നെയായിരുന്നു. അപ്പോൾ അത് ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു ഇത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞപ്പോൾ. ഈ കേസ് തുടങ്ങിയ സമയത്ത് ഇവിടെ വരെ എത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഏതറ്റം വരെ പോയാലും നമ്മൾ എല്ലാവരും അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെ പോയാലും പോകുമെന്ന് ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പാറശാല പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യം ഉണ്ടായ ഗുരുതര വീഴ്ചയുണ്ട്. അതിന് പക്ഷേ മുതിർന്ന ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് പ്രായശ്ചിത്തം ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. പാറശാല പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടക്കത്തിലൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനുശേഷം ക്രൈംബ്രാഞ്ചിലോട്ട് കേസ് മാറി അവിടെ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കൂടാതെ പിന്നെ പാറശാല പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നു. CI സജി സാറിന്റെ നേതൃത്വത്തിലായിരുന്നു ബാക്കി അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ കുറ്റസമ്മതം നടത്തിയ ശേഷവും പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ തെളിവെടുപ്പിന് വരുമ്പോൾ പോലും നിങ്ങളുടെ അനുജനെ കൊന്നുകളഞ്ഞ ഒരാളായിരുന്നു. പക്ഷെ എന്നിട്ടും നിങ്ങളെ വീണ്ടും പരിഹസിക്കുന്നത് പോലെയായിരുന്നു പ്രതികരണങ്ങളൊക്കെ. ചിരിച്ച് കളിച്ച് വളരെ സന്തോഷത്തിലായിരുന്നു. പിടിക്കപ്പെട്ട് കുറ്റവാളിയായി കോടതി കണ്ടെത്തില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു, ശിക്ഷിക്കപ്പെട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു അല്ലേ? മേ ബി അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ബോൺ ക്രിമിനലിന്റെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് തോന്നിയത് അവളെ പലപ്പോഴും കാണുമ്പോൾ. അപ്പോൾ കോടതിയിലായാലും വിചാരണ ടൈമിലായാലും എല്ലാ ദിവസവും ഞങ്ങൾ പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ട്. അപ്പോഴും ഈ ഒരു സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവിടെയും കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ്, എനിക്കറിയില്ല എന്താ. പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആശുപത്രി കിടക്കുന്ന സമയത്ത് വിളിച്ച് സംസാരിച്ചിരുന്നു ഗ്രീഷ്മയെ. അപ്പൊ അതെല്ലാം കോടതി ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തുറന്നു പറഞ്ഞായിരുന്നെങ്കിൽ
രക്ഷിക്കാമായിരുന്നു അല്ലേ? പക്ഷെ അത് അങ്ങനെ പറ്റത്തില്ല. കാരണം അങ്ങനെയുള്ളൊരു പോയിസണാണ് അവൾ കൊടുത്തേക്കണത്. ഇന്ന് ജഡ്ജ്മെൻറ്റിൽ ഉണ്ടായിരുന്നു 100% മരണനിരക്കുള്ളൊരു പോയിസണാണിത്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ, ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ മരണം കൺഫേംഡ് ആണ്. സോ അതുകൊണ്ട് അത് അത് കൃത്യമായിട്ടും ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത് തിരഞ്ഞെടുത്തൊരു പോയിസണാണ്. അപ്പോൾ അതിൽ അങ്ങനെ അതാണ്. അതുമാത്രമല്ല, ഇതിൽ ഇപ്പോൾ അന്ന് ഈ ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ഷാരോൺ എടുത്ത ഒരു വീഡിയോ ഈ കേസ് ഭയങ്കര നിർണായകമായെന്ന് കോടതി പറഞ്ഞിരുന്നു. കാരണം എനിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നതായിരുന്നു പ്രധാനമായും ഗ്രീഷ്മയുടെ വാദം. പക്ഷേ നേരത്തെയും വധശ്രമം ഷാരോണിന്റെ സഹോദരൻ ഷിമോൻ മാധ്യമങ്ങളെ കാണുകയാണ്, ഒപ്പം പിതാവുമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുംബം നടത്തിയ ഇടപെടലുകളാണ് സഹോദരൻ വിശദീകരിക്കുന്നത്. തെളിവുകൾ കൃത്യമായി കോടതിയിൽ കൊടുക്കുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും കുടുംബം, പ്രത്യേകിച്ച് സഹോദരൻ നടത്തിയ ഇടപെടലുകൾ നിർണായകമാണ്. അത് പോലീസിനെ വലിയ തോതിൽ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ മകന്റെ നിലവിളിയാണ് ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ കേട്ടതെന്നും ഷാരോണിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. വിധിയിൽ പൂർണ്ണ തൃപ്തിയെന്നും കുടുംബം പ്രതികരിച്ചു. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച കോടതി ഉത്തരവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ഷാരോണിന്റെ അമ്മ പ്രതികരിച്ചു. എന്റെ പൊന്നുമോൻ, നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിളി ദൈവം കേട്ട് ദൈവം നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. വളരെ തൃപ്തികരമാണ്. നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദി. ഷാരോൺ വധക്കേസിൽ അന്വേഷണ സംഘത്തിന് കോടതിയുടെ പ്രശംസ. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മാറിയ കാലത്തിനനുസരിച്ച് അന്വേഷണം നടത്തിയെന്ന് വിധി പ്രസ്താവത്തിൽ കോടതി ചൂണ്ടിക്കാട്ടി. വെല്ലുവിളികളെ അതിജീവിച്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയതെന്ന് മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ഡി ശില്പ IPS പറഞ്ഞു. അന്വേഷണ സംഘം സഞ്ചരിച്ചത് ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തോടെയെന്ന് കേസ് അന്വേഷിച്ച DYSP KJ ജോൺസണും പ്രതികരിച്ചു. വളരെ സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് തന്നിട്ടുണ്ടെന്ന്. കോടതിയുടെ ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ജയമാണ്, പ്രോസിക്യൂഷൻ്റെ ജയമാണ്. ഇത് ഒരാളുടെ ജയമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു ടീം എഫേർട്ടാണ്. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമല്ല, ഈ കുറ്റകൃത്യത്തിലേക്ക് ഓരോന്നായിട്ട് കണക്ട് ചെയ്യുന്നതിലും പോലീസ് വിജയിച്ചു. ഒരു ക്രിമിനൽ ആയിട്ടുള്ളൊരു വ്യക്തി വളരെ പ്ലാൻഡായിട്ട് ഒരു ക്രൈം ചെയ്യുന്ന അതേ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ പെൺകുട്ടി ചെയ്തത്. അതുകൊണ്ട് തന്നെ മുൻകാല പശ്ചാത്തലമില്ല, ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് പറയുന്നത് ഒരു ന്യായീകരണമല്ല എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. മാതൃകാപരമായ ശിക്ഷയെന്നും പ്രതിയുടെ ക്രൂരകൃത്യം വിചാരണ കോടതിക്ക് ബോധ്യപ്പെടുത്താൻ കൂട്ടായ ശ്രമത്തിലൂടെ സാധിച്ചെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VS വിനീത് കുമാർ പറഞ്ഞു. ഈ കേസിനകത്ത് വളരെ എൻ്റെ പ്രോസിക്യൂഷൻ ഔദ്യോഗിക ജീവിതത്തിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കേസായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ഷാരോൺ രാജിൻ്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടി എന്നുള്ളത്. കേരള പോലീസിന് തീർച്ചയായിട്ടും വലിയൊരു അഭിമാനകരമായിട്ടുള്ള ഒരു അപ്രീസിയേഷനാണ് ഓപ്പൺ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. കേരള പോലീസിൽ അതിവിദഗ്ധമായിട്ട് എത്ര വൈദഗ്ധ്യത്തോടു കൂടിയാണോ ഈ ക്രൈം ചെയ്തത്, പക്ഷേ അതിനേക്കാൾ അതിവൈദഗ്ധ്യത്തോടു കൂടി പോലീസിന് ഇത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു വലിയ ഒരു അപ്രീസിയേഷനാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. ഷഫീദ്, ഗ്രീഷ്മയെ ഇപ്പോൾ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്, വൈദ്യപരിശോധനയൊക്കെ കഴിഞ്ഞ് എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ ഒരു ക്രൈം നടന്നാൽ അതിൻ്റെ വിചാരണ ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രോസിക്യൂഷൻ വളരെ കൂട്ടായ ശ്രമത്തിലൂടെ ആ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുക എന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളായി ഈ കേസിലെ കോടതി നടപടികൾ മാറിയിട്ടുണ്ട്. ഇതിൽ പ്രതിഭാഗത്തിൻ്റെ മറുപടിയൊന്നും പിന്നീട് കണ്ടില്ല ഷഫീദ്. അവർ മേൽക്കോടതി പോകുന്നതടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി പ്രതികരണങ്ങളൊന്നും കണ്ടില്ല. എന്താണ് പ്രതിഭാഗത്തിന് ഈ വിധി കേട്ട ശേഷമുണ്ടായ പ്രതികരണം? അവർ അപ്പീൽ നടപടിയിലേക്കൊക്കെ പോകുമായിരിക്കുമല്ലോ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നമുക്കറിയാം, സ്വാഭാവികമായും ഈ ശിക്ഷാവിധിയിൽ വാദം നടന്നപ്പോൾ ശക്തമായ വാദമാണ് പ്രതിഭാഗവും ഇക്കാര്യത്തിൽ ഉയർത്തിയത്. പക്ഷേ പ്രതിഭാഗം ഉയർത്തിയ വാദങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു അവർ മുന്നോട്ട് വെച്ച ക്രോസുകൾ. അതിൽ ഒന്നാമത്തേത് ഗ്രീഷ്മയുടെ പ്രായം, രണ്ടാമത്തേത് സാഹചര്യ തെളിവുകൾ, മൂന്നാമത്തേതാകട്ടെ ഈ വിഷയത്തിൽ
ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരിക്കുന്ന ഈ ക്രൈമിലേക്ക് ലീഡ് ചെയ്ത കാര്യങ്ങൾ ഇത് മൂന്നും കോടതി കൃത്യമായി കണ്ടിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഷാരോണിനും ഗ്രീഷ്മയ്ക്കും ഒരേ പ്രായം. അതുകൊണ്ട് കുറ്റം ചെയ്ത ഗ്രീഷ്മയ്ക്ക് പ്രത്യേക പരിഗണന പ്രായത്തിൻ്റെ കാര്യത്തിൽ നൽകണമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജ്, നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ പറഞ്ഞ കാര്യം. ഇനി രണ്ടാമത്തേതാകട്ടെ സാഹചര്യ തെളിവുകളാണെങ്കിൽ കൂടി 48 സാഹചര്യ തെളിവുകൾ അത് കൃത്യമായി കോർത്തിണക്കി അവതരിപ്പിക്കാനും ഈ ക്രൈമിൻ്റെ മോട്ടീവ്, ക്രൈം ഒക്കർ ചെയ്ത രീതി, അതിനുശേഷം പ്രതി ഈ ഏതൊക്കെ തരത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, അതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ വിഷയവും ആ വാദവും നിലനിൽക്കില്ല. ഇനി മൂന്നാമത്തെ അവർ ഉന്നയിച്ച കാര്യം വൈകാരികമായ ചില എലമെന്റുകളാണ്. ആ വൈകാരിക എലമെന്റുകളെയും കോടതി അതേ രീതിയിൽ തന്നെ തിരിച്ച് വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ഈ ശിക്ഷാവിധി വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അതിൽ കോടതി പറഞ്ഞ കാര്യം, ഷാരോൺ പ്രണയത്തിന് അടിമപ്പെട്ടിരുന്നു. മാത്രമല്ല പ്രണയത്തിൽ വിശ്വസിച്ചിട്ടാണ് ഗ്രീഷ്മ വിളിച്ച ദിവസം താൻ മരണത്തിലേക്കാണ് പോകുന്നത് എന്നറിയാതെ നടന്നു കയറിയത്. ഇതിൽ ഗ്രീഷ്മയ്ക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായത് ജ്യൂസ് ചലഞ്ചാണ്. കാരണം മുൻകാല പശ്ചാത്തലമില്ല പ്രതിക്ക് എന്നുള്ള വാദം അത് സാധാരണ കേസുകളിലൊക്കെ കോടതി പരിഗണിക്കാറുള്ളതാണ്. എന്നാൽ ഈ കേസിൽ കോടതി പരിഗണിച്ചിട്ടില്ല. പോലീസ് 307 എന്ന് പറയപ്പെടുന്ന വധശിക്ഷ അത് ഇട്ടിട്ടില്ലെങ്കിൽ കൂടി ജ്യൂസ് ചലഞ്ച് നടത്തിയത്, ഈ കഷായ ചലഞ്ചിന് മുൻപ് ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തിയത് ഷാരോണിനെ കൊലപ്പെടുത്താൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ ആ ശ്രമം പാളി. ആ ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ ഷാരോണിന് അറിയാമായിരുന്നു അതിലെന്തോ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ടാണ് ബാക്കി കുടിക്കാതിരുന്നത്. അപ്പോൾ 307 അതൊരു മുൻകാല ക്രൈമായി തന്നെ കോടതി എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് പ്രധാനമായും പ്രതിഭാഗത്തിന് തിരിച്ചടിയായതും വധശിക്ഷയിലേക്ക് വിധിച്ചതും. അതിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിനും 5 വർഷം കഠിന തടവെങ്കിൽ കിഡ്നാപ്പ്, കൊലപാതകത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ 10 വർഷം കഠിന തടവ്. അങ്ങനെയാണ് വധശിക്ഷയിലേക്ക്, കൊലപാതകമടക്കം കൊലപാതകത്തിന് വധശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള കാര്യം കൂടി ചേർത്ത് കോടതി ഇന്ന് വിധി പറഞ്ഞത്. മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ്, അത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് വൈദ്യപരിശോധന പൂർത്തിയാക്കി ഗ്രീഷ്മയെ അട്ടകുളങ്ങര വനിതാ ജയിലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ വിചാരണ തടവുകാരിയാണെങ്കിൽ ഇപ്പോൾ ശിക്ഷാ തടവുകാരിയായി ഗ്രീഷ്മ ഇനി അട്ടകുളങ്ങര വനിതാ ജയിലിൽ തുടരും. ശാസ്തമംഗലം അജിത് കുമാറായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ. അദ്ദേഹം അപ്പീലിന് പോകുമോ, മറ്റ് കാര്യങ്ങളൊന്നും പ്രതികരണമായി ഇതുവരെയും വന്നിട്ടില്ല. പ്രോസിക്യൂഷനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും ഒരു 30 മിനിറ്റ് സമയം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഷാരോൺ എത്തി. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിന് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ കോർത്തിണക്കി, മറ്റ് സാക്ഷിമൊഴികൾ, ഷാരോണിന്റെ മരണമൊഴി, ഇതടക്കമുള്ള കാര്യങ്ങൾ, അതും ഡിജിറ്റൽ എവിഡൻസ്, അതും കോടതി ഇന്ന് എടുത്തു പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ഈ അടുത്തിടെ തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈം, അതിനാണ് പോലീസിന് കയ്യടി കിട്ടുന്നത്. പുതിയ കാലത്തിനനുസരിച്ച് കേസ് തെളിയിക്കുന്നതിലടക്കം പോലീസും പ്രോസിക്യൂഷനും പുലർത്തിയ ജാഗ്രതയും കോടതി അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ വെബ് സെർച്ച്, പാരസെറ്റാമോൾ വെബ് സെർച്ച് നടത്തിയത്, പാരക്യൂറ്റിനെ കുറിച്ച് വെബ് സെർച്ച് നടത്തിയത്, എങ്ങനെ പാരക്യൂറ്റ് മനുഷ്യരീരത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് വെബ് സെർച്ച് നടത്തിയത്, അതൊക്കെ ഗ്രീഷ്മയ്ക്ക് തിരിച്ചടിയായി എന്നുള്ള കാര്യം കൂടി കോടതിയുടെ വിധിന്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം പ്രതിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, പ്രതിക്ക് പ്രായത്തിൻ്റെ ഒരു ഇളവ് ലഭിക്കുമെന്ന് പ്രതിഭാഗം കരുതിയിരുന്നു. പക്ഷേ കോടതി അത് വളരെ സമർത്ഥമായി തന്നെ അത് പൊളിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഈ സാഹചര്യ തെളിവുകളും മറ്റും ചൂണ്ടിക്കാട്ടി നടത്തിയ നീക്കങ്ങളായിരുന്നു. അതും കോടതി സമർത്ഥമായി, അതും പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ കോടതി അത് പരിശോധിക്കുകയും ചെയ്തു. വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കൊൽക്കത്തയിലെ RJ ഖർ ബലാത്സംഗ കൊലപാതക കേസിൽ കോടതി വിധി പറയുകയാണ്. പ്രതി സഞ്ജയ് റോയെ സിയാൽദ കോടതിയിൽ എത്തിച്ചു. കോടതിക്ക് മുന്നിൽ വലിയ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. കോടതിയിൽ ശിക്ഷയിന്മേലുള്ള വാദം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പരമാവധി ശിക്ഷ, വധശിക്ഷ തന്നെ നൽകണം എന്ന് CBI കോടതിയിൽ ആവശ്യപ്പെട്ടു. വധശിക്ഷ നൽകുന്നത് കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന സമൂഹത്തിന് നൽകുന്ന വലിയ ആത്മവിശ്വാസമായിരിക്കും എന്നാണ് വിചാരണ കോടതിയിൽ CBI പറയുന്നത്. ശിക്ഷ പ്രഖ്യാപനം 2:45 വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, എന്തൊക്കെയാണ് ഇതുവരെ കോടതിയിൽ നടന്നത്? ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായല്ലോ. പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏത് സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതി ഇളവ് തേടിയത് കോടതി മുൻപാകെ? വിജയകുമാർ, ഈ ശിക്ഷ അത് എന്താണെന്നുള്ളത് 2:45 കോടതി പറയും. മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് കോടതിയിൽ ഏറ്റവും പ്രധാനമായും പ്രതി പറഞ്ഞത് താൻ നിരപരാധിയാണ് ഈ കേസിൽ എന്നുള്ളത് തന്നെയാണ്. താൻ ഗൂഢാലോചനയുടെ ഇരയാണെന്നും താൻ ഇങ്ങനെ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമമോ നടത്തിയിട്ടില്ല എന്നാണ് പ്രതി സഞ്ജയ് റോയ് കോടതിയിൽ പറഞ്ഞത്. പക്ഷേ അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വാദം നടക്കുന്ന വേളയിൽ തന്നെ നിങ്ങൾക്കെതിരെയുള്ള തെളിവുകളൊക്കെ തന്നെ ഈ തെളിയിച്ചിട്ടുണ്ട് എന്നും ഈ താൻ
കുറ്റക്കാരനാണെന്ന് തെളിയിച്ചിട്ടുണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ താൻ ചൂണ്ടിക്കാണിച്ചതല്ലേ എന്നും കോടതി ഈ പ്രതിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നാണ് പ്രതി ഇന്ന് കോടതിയിൽ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ചില പേപ്പറുകളിലടക്കം തന്നെ നിർബന്ധിച്ച് ഒപ്പുവയ്പ്പിച്ചതാണെന്നും പ്രതി സഞ്ജയ് റോയ് കോടതിയിൽ പറഞ്ഞു. താൻ ഈ കൃത്യത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ താൻ ധരിച്ചിരുന്ന മാല അത് പൊട്ടിപ്പോകുമായിരുന്നു എന്നൊരു വിചിത്ര വാദമാണ് പ്രതി ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ താൻ നിരപരാധിയാണെന്ന് പ്രതി സഞ്ജയ് റോയ് കോടതിയിൽ ആവർത്തിച്ചു. ഈ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് CBI തന്നെ കോടതിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ CBI പറഞ്ഞ മറ്റൊരു കാര്യം, ഇത് ഇത്തരത്തിൽ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു കേസാണ് എന്നാണ് ഈ CBI ഈ കേസിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ഗൂഢാലോചനയുടെ ഇരയാണ് താനെന്നാണ് ഇതിന് മറുപടിയായി പ്രതി കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. താൻ ബലാത്സംഗമോ ഇങ്ങനൊരു കൊലപാതകമോ ചെയ്തിട്ടില്ല എന്നും പ്രതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നാണ് CBI കോടതിയിൽ അറിയിച്ചത്. പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നും CBI കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ ഇര അവർ ഈ സമൂഹത്തിന് മുതൽക്കൂട്ടാകുമായിരുന്ന ആളായിരുന്നുവെന്നും CBI കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സംഭവങ്ങൾ ഈ ഇത്തരത്തിലേക്കുള്ള ഒരു അതിക്രൂരമായിട്ടുള്ളൊരു ലൈംഗിക അതിക്രമം, പിന്നീടുണ്ടായ ഒരു കൊലപാതകം, അത് സമൂഹത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു കേസായിരുന്നുവെന്നാണ് ഈ CBI കോടതിയെ ആവർത്തിച്ചത്. ഈ പ്രതിയെ തൂക്കിക്കൊല്ലുന്നത് സമൂഹത്തിന് ആത്മവിശ്വാസം പകരുന്ന നടപടിയാകുമെന്നും CBI കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രതിക്ക് വധശിക്ഷ നൽകിയാൽ അത് സമൂഹത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നുള്ളത് തന്നെയായിരുന്നു CBIയുടെ പ്രധാനപ്പെട്ട ഒരു വാദം. പക്ഷേ അതേസമയം താൻ നിരപരാധിയാണെന്ന് പ്രതി വീണ്ടും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തെളിയിക്കപ്പെട്ടതാണെന്നാണ് കോടതി പറഞ്ഞത്. ഇക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവെന്നും പ്രതിയോട് കോടതി തന്നെ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. വധശിക്ഷ നൽകരുതെന്ന പ്രതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല എന്നാണ് പ്രതിഭാഗം ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. വധശിക്ഷ നൽകരുതെന്ന പ്രതി സഞ്ജയ് റോയ് ആവർത്തിച്ചു. മറ്റു ശിക്ഷകൾ തനിക്ക് എതിരെ മറ്റു ശിക്ഷകൾ പരിഗണിക്കണമെന്നൊരു ആവശ്യമാണ് പ്രതി കോടതിയെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. തനിക്കെതിരെ തെളിവില്ലെന്നും തടവ് ശിക്ഷ അനുവദിക്കണമെന്നുമാണ് പ്രതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 2024 ഈ കേസിൽ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ പൊതുവേദിയിൽ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഡൽഹി സംഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ, നിർഭയ കേസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നത് CBIയുടെ ഒരു ആവശ്യമാണ്. ആ ആവശ്യത്തെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നു. മുഖ്യമന്ത്രി തന്നെ പറയുന്നു പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും. തികച്ചും ആ നിലയിൽ ഒരു അസാധാരണ സാഹചര്യം കൂടിയുണ്ട് ഈ കേസിൽ, അല്ലേ? തീർച്ചയായും വിജയകുമാർ, മമതാ ബാനർജി തന്നെ പറയുന്നുണ്ട്, അതായത് തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില വാദപ്രതിവാദങ്ങളും സർക്കാരിനടക്കം പ്രതിരോധത്തിലാക്കുന്നതിനുള്ള ചില പരാമർശങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയൊക്കെയാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ തന്നെ പ്രതികരണം ഉണ്ടായിരുന്നത്. അതിൽ പറയുന്നത് പ്രതിക്ക് ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ നൽകണം, അതായത് അത് വധശിക്ഷയാണ്, അത് ഉറപ്പാക്കണമെന്ന് തന്നെയാണ് മമതാ ബാനർജി അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് ഈ പ്രതിയുടെ മാതാവിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറയുന്നത് തൻ്റെ മകന് ഇത്തരത്തിലേക്ക് ഒരു വധശിക്ഷയാണ് കോടതി വിധിക്കുന്നതെങ്കിൽ പോലും അതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന പ്രതിയുടെ മാതാവ് തന്നെ പറയുന്നു. കാരണം അത്രയും വലിയൊരു കുറ്റകൃത്യമാണ് തൻ്റെ മകൻ ചെയ്തത്. ഒരുപക്ഷെ മറ്റൊരു മാതാവിൻ്റെയും അവരുടെ പിതാവിൻ്റെയും ഒക്കെ ഒരു ദുഃഖം അത് തനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഈ പ്രതിയുടെ മാതാവ് തന്നെ പറയുന്നൊരു സാഹചര്യം കൂടി ഇന്ന് ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ കോടതി നിരീക്ഷിച്ചത് ഒരുപക്ഷെ ഈ പ്രതിക്ക് ജീവപര്യന്തം നൽകുകയാണ് എങ്കിൽ അത് ഈ ഒരു കുറ്റകൃത്യം കണക്കാക്കി നോക്കുമ്പോൾ നൽകാവുന്നതിൽ ഏറ്റവും ചെറിയ ശിക്ഷ മാത്രമാകുമെന്നായിരുന്നു കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും 2:45 ശിക്ഷാ പ്രഖ്യാപനം. പരമാവധി ശിക്ഷ വധശിക്ഷ തന്നെ നൽകണം എന്ന് CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ, അത് വധശിക്ഷ നൽകുന്നതിൽ എതിർപ്പില്ല, നൽകുന്നെങ്കിൽ അത് കോടതിയുടെ തീരുമാനം, അതിനെ എതിർപ്പില്ല എന്ന് പ്രതിയുടെ മാതാവ് തന്നെ പറയുന്ന ഒരു അസാധാരണ സാഹചര്യമുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു അതിഗുരുതരമായ ഒരു കുറ്റകൃത്യം, അതിനെ തുടർന്നുണ്ടായ വലിയ വിവാദങ്ങൾ, രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വിധി, അയാളുടെ ആ പ്രതിയുടെ ശിക്ഷ എന്നത് രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ഒരു കേസ് കൂടിയാണ്. 2:45 വിചാരണ കോടതി, CBI കോടതി അതിൽ ഉത്തരവ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഈ പാറശാല ഷാരോൺ വധക്കേസിൽ അപ്പീൽ നൽകും എന്ന് പ്രതിഭാഗം ഇപ്പോൾ അറിയിക്കുകയാണ്. ഉത്തരവിൻ്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷം അപ്പീൽ നൽകുന്നത് പരിഗണിക്കും
എന്നാണ് പ്രതിഭാഗം അറിയിക്കുന്നത്. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, അതിൽ പ്രതിഭാഗം എന്താണ് പറയുന്നത്? ഇതിന്റെ അപ്പീൽ സാധ്യതയെപ്പറ്റി പ്രാഥമിക വിവരങ്ങൾ അവർ ശേഖരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇത് ശാസ്തമംഗലം അജിത് കുമാറാണ് ഈ കേസിന്റെ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഉറപ്പായും അപ്പീൽ നൽകും എന്നുള്ളതാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഉത്തരവിന്റെ പകർപ്പ് കൂടി കിട്ടിയ ശേഷമായിരിക്കും അപ്പീൽ നൽകുന്ന കാര്യം തീരുമാനിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. വധശിക്ഷ ഈ കേസിൽ അംഗീകരിക്കാവുന്നതല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വധശിക്ഷ കിട്ടാവുന്ന തക്ക തെളിവുകളോ സാക്ഷിമൊഴികളോ രേഖകളോ ഇല്ലായിരുന്നു എന്നാണ് പ്രതിഭാഗം ഇപ്പോഴും അവകാശപ്പെടുന്നത്. അതിനാൽ തന്നെ മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാലുടൻ അതിനുള്ള നീക്കം ആരംഭിക്കും എന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നു. യെസ്, അപ്പീൽ നൽകാനുള്ള നീക്കം പ്രതിഭാഗം നടത്തുന്നുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാലുടൻ അതിന്റെ തുടർ നടപടികളിലേക്ക് പോകും. വധശിക്ഷ ഒരുപക്ഷെ പ്രതിഭാഗത്തിന് അപ്രതീക്ഷിതമായിരുന്നു എന്ന് തോന്നുന്നു. പ്രതിഭാഗം അതിൽ ഒരു സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ ഗ്രീഷ്മയെ പ്രതിയെ വിലയിരുത്തും, വിചാരണ കോടതി വിലയിരുത്തുമെന്ന് കരുതിയതേയില്ല. എന്നാൽ ഇതേ കേസിൽ തന്നെ ആ പ്രതി തുടർച്ചയായി ഷാരോണിനെ ഇല്ലാതാക്കാൻ നടത്തിയ നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ഥിരം കുറ്റവാളി ആ സ്വഭാവത്തിൽ ഈ പ്രതി പെരുമാറിയ കാര്യം സൂചിപ്പിച്ചത്. കേരളത്തിൽ 1991 ഒടുവിൽ ഒരു വധശിക്ഷ നടപ്പാക്കിയത്. ഏതാണ്ട് 39 പേർ ഇപ്പോഴും വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നുണ്ട്. അതിൽ തന്നെ 3 പേർ വനിതകളാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ തുടർ നടപടികളൊക്കെ വിവിധ കോടതികളിലായി ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. അമേരിക്കയിൽ ഇന്നു മുതൽ ട്രംപ് യുഗം. ാമത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടണിലെ US ക്യാപിറ്റോളിലാണ് ചടങ്ങുകൾ. കടുത്ത ശൈത്യ കാലാവസ്ഥ പ്രവചിക്കുന്നതിനാൽ ക്യാപിറ്റോളിലെ റോട്ടൻഡ ഹാളിലാകും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. എഴുപത്തിയെട്ടുകാരൻ ഡൊണാൾഡ് ട്രംപിന് അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ ഇത് 2ാം ഊഴം. 2017 മുതൽ 2021 വരെയായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലയളവ്. US ക്യാപിറ്റോളിലെ മകുടത്തിന് താഴെയുള്ള ഹാളായോ റോട്ടൻഡയിലാണ് ചടങ്ങ്. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ഡൊണാൾഡ് ട്രംപിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വൈസ് പ്രസിഡന്റായി JD വാൻസും ചുമതലയേൽക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സെനറ്റ് ചേംബറിനടുത്തുള്ള പ്രസിഡന്റിന്റെ മുറിയിലെത്തി ട്രംപ് രേഖകളിൽ ഒപ്പുവെക്കും. തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ പങ്കെടുക്കുന്ന ഉച്ചഭക്ഷണ സൽക്കാരം, സംഗീതാവതരണവും ഉദ്ഘാടന പരേഡും അതിനുശേഷം നടക്കും. ക്യാപിറ്റൽ 1 അറീനയിലാണ് പരേഡ്. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ, വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ, ജോർജ് ബുഷ്, ബരാക് ഒബാമ, ഹിലരി ക്ലിന്റൺ, ശതകോടീശ്വരന്മാരായ ഇലോൺ മസ്ക്, മെറ്റ CEO മാർക്ക് സക്കർബർഗ്, ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്, ആപ്പിൾ CEO ടിം കുക്ക്, ഓപ്പൺ AI CEO സാം ഓൾട്സ്മാൻ, ആൽഫബറ്റ് CEO സുന്ദർ പിച്ചെ, ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചടങ്ങിനെത്തും. റിസർച്ച് ഡെസ്ക് 24. ലോകം ആകാംക്ഷയോടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം വരവിനെ നോക്കിക്കാണുന്നത്. സാമ്പത്തിക, സൈനിക, നയതന്ത്ര മേഖലകളിൽ എന്തും സംഭവിക്കാം എന്നതാണ് സ്ഥിതിവിശേഷം. 4 വർഷം മുമ്പ് US ക്യാപിറ്റോളിൽ നടന്ന അക്രമ സംഭവങ്ങൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. തോറ്റുപോയത് വിശ്വസിക്കാനാകാതെ സ്ഥാനമൊഴിയാൻ വിസമ്മതിച്ചു നിന്ന അതേ ക്യാപിറ്റോളിലേക്ക് ഇനി വീണ്ടും ട്രംപിന്റെ കാലം. ലോകം ഡൊണാൾഡ് ട്രംപിന്റെ വരവിന് തയ്യാറെടുക്കുകയായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ഒരു ദിവസം മുൻപ് ഗസയിൽ വെടിനിർത്തൽ, അറബ് മേഖലയിലെ സമവാക്യങ്ങളിൽ മാറ്റങ്ങളുണ്ടാകുമെന്ന സൂചന. ചൈന US ബന്ധം, US ടിക്ടോക്കിന്റെ ഭാവി, ഗ്രീൻലാൻഡിന്റെയും പനാമ കനാലിന്റെയും അവകാശം, യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി, സിറിയയിലെ പുതിയ ഭരണകൂടത്തിന്റെ ഭാവി, അങ്ങനെ നീളുന്നു ആകാംക്ഷകളുടെ പട്ടിക. ജന്മാവകാശ പൗരത്വം നിർത്തുന്നത് മുതൽ H-1B വിസയിലെ പരിഷ്കരണമടക്കം കുടിയേറ്റ നിയന്ത്രണത്തിനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. വ്യാപാര ബന്ധത്തിലും സാമ്പത്തിക നയങ്ങളിലും കടുംപിടുത്തക്കാരനാണ് ട്രംപ്. ഇന്ത്യ നികുതി വർദ്ധിപ്പിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് ആദ്യമേയുള്ള ഭീഷണി. US-ൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദമുണ്ടാകും. പ്രവചനാതീതമാണ് ട്രംപിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ
അപ്രതീക്ഷിതമായി എന്തും സംഭവിക്കാം. റിസർച്ച് ഡെസ്ക് 24. കൊൽക്കത്തയിലെ ആർജികർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസിൽ പ്രതിഭാഗത്തിന്റെ വാദം ഇപ്പോൾ വരുന്നുണ്ട്. അത് കുറച്ച് കൗതുകമുള്ളതാണ്. നവീകരണത്തിന് സാധ്യതയുണ്ട്, ആ പ്രതിക്ക് നവീകരണത്തിന് സാധ്യതയുണ്ട് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഇപ്പോൾ കോടതിയിൽ അറിയിക്കുന്നത്. സഞ്ജയ് റോയിയുടെ അഭിഭാഷകനാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന് പ്രതിഭാഗവും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പ്രതിക്ക് ഒരു നവീകരണത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അയാൾ ഒരു നല്ല മനുഷ്യനായി സമൂഹത്തിൽ ജീവിക്കാൻ അയാൾക്ക് പറ്റും. അതുകൊണ്ട് നവീകരണത്തിന് അവസരം കൊടുക്കണം എന്നത് ഈ വധശിക്ഷ ഒഴിവാക്കാനുള്ള അവസാന ആയുധം എന്ന നിലയിൽ പ്രതിഭാഗം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏതാണ്ട് 2:45 വിചാരണ കോടതി ആ കേസിൽ ശിക്ഷ പ്രഖ്യാപിക്കാൻ പോകുന്നത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ CPM വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. പോലീസിനും CPMനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ തുടരുകയാണ് കൗൺസിലർ കലാരാജു. നഗരസഭയ്ക്ക് മുന്നിലെ അക്രമം ആസൂത്രിതമെന്നാണ് CPMന്റെ നിലപാട്. CPIM നേതാക്കൾക്കും പോലീസിനുമെതിരെ ഗുരുതരമായ ആരോപണമാണ് കലാരാജു ആവർത്തിക്കുന്നത്. 4 ദിവസം കാണാതായി എന്ന് ആരോപിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ എറണാകുളത്തുണ്ടായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ബാലിശമെന്ന് കലാരാജു. അവരുടെ കൂടെയുള്ളൊരു കൗൺസിലറെ കാണാതായി എന്ന് ഇവരിപ്പോൾ പറയുന്നു. അപ്പോൾ ഞാൻ എവിടെയായിരുന്നു എന്ന് അങ്ങനെ അവർക്കൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് അന്വേഷിച്ചില്ലല്ലോ. പോലീസ് സ്റ്റേഷനിലൊരു ഇൻഫർമേഷൻ ഉണ്ടോ ഞാൻ മിസ്സിംഗ് ആണെന്നുള്ളതിന്? 25 വർഷം എന്നെ ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ഒരു പാർട്ടിയിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയ സമ്മാനം എന്ന് തന്നെ ഞാൻ പറയാം. സംഭവം നടന്ന് ഇത്ര ദിവസമായിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല, മൊഴി രേഖപ്പെടുത്താൻ പോലും തയ്യാറായില്ലെന്ന് കലാരാജു ആരോപിച്ചു. അതേസമയം പോലീസ് നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. UDFന്റെ നേതൃത്വത്തിൽ വൈകിട്ട് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. UDF രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തുന്നെന്നാരോപിച്ച് CPIMും രംഗത്തെത്തി. ആശുപത്രിയിൽ കഴിയുന്ന കലാരാജുവിന്റെ ചികിത്സയ്ക്ക് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തും. സംഭവത്തിൽ പോലീസിന്റെ വീഴ്ചയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് DYSPയോട് എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 കൊച്ചി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള ഭിന്നതകൾക്കിടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഓഫറുമായി മറ്റു ക്രിക്കറ്റ് അസോസിയേഷനുകൾ. തമിഴ്നാട്, രാജസ്ഥാൻ അസോസിയേഷനുകളാണ് സഞ്ജുവിനെ ടീമിലെടുക്കാമെന്ന് ഓഫർ നൽകിയത്. 24 എക്സ്ക്ലൂസീവ്. സഞ്ജു KCA തർക്കം മുതലെടുക്കാൻ മറുനാടൻ ക്രിക്കറ്റ് അസോസിയേഷനുകൾ. കേരള നായകനെ ടീമിനെടുക്കാമെന്ന ഓഫർ മുന്നോട്ട് വച്ചിരിക്കുകയാണ് തമിഴ്നാട്, രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനുകൾ. സഞ്ജുവുമായി അടുത്ത ബന്ധമുള്ള ഇന്ത്യൻ മുൻതാരം R.Ashwin ഉൾപ്പെടെയുള്ളവർ ദീർഘനാളായി മലയാളി താരത്തെ തമിഴ്നാട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. IPLൽ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിന് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ളത് നല്ല ബന്ധം. ജന്മനാടിനു വേണ്ടി തന്നെ കളിക്കണം എന്ന നിലപാടിലായിരുന്നു സഞ്ജു ഇത്രയും നാളും. എന്നാൽ വിജയ് ഹസാരെ ട്രോഫിക്കുള്ള ടീമിൽ ഉൾപ്പെടുത്താത്തതും KCA പ്രസിഡന്റ് ജയേഷ് ജോർജിന്റെ രൂക്ഷ വിമർശനവും സഞ്ജുവിനെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. പുതിയ സാഹചര്യത്തിൽ സഞ്ജു നിലപാട് മാറ്റുമോ എന്ന് കണ്ടറിയണം. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക് 24. സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ മുനമ്പം ജനത നടത്തുന്ന സമരം ഇന്ന് 100ാം ദിവസം. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ തങ്ങൾക്ക് അനുകൂല റിപ്പോർട്ട് നൽകും എന്ന പ്രതീക്ഷയാണ് ഇവർക്ക്. 100ാം ദിവസം രാപ്പകൽ സമരം പുരോഗമിക്കുകയാണ് മുനമ്പത്ത്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ മുനമ്പത്ത് സമരപ്പന്തൽ സന്ദർശിച്ചു. പിറന്ന മണ്ണിൽ ജീവിക്കാനാണ് മുനമ്പം ജനത തെരുവിലിറങ്ങിയത്. മുൻഗാമികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് ജീവനേക്കാൾ വിലയുള്ളതാണെന്ന് ആവർത്തിച്ചു തീരദേശമാകെ. സമരത്തിന്റെ ചൂടും ചൂരും ഭരണകൂടത്തെ വരെ പൊള്ളിച്ചു. മുട്ടാപ്പോക്ക് ന്യായങ്ങളുമായി മുനമ്പത്തേക്ക് എത്താനാവില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുനമ്പം ജനതയ്ക്കൊപ്പം നിന്നു. സമരപ്പന്തലിൽ രാഷ്ട്രീയം കയറ്റില്ല എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ച് മുനമ്പം ജനത മാതൃകയായി. നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് ഉറപ്പിക്കുകയാണ് സമരസമിതി. ഈ തെറ്റായ രീതിയിൽ വഖഫ് ബോർഡ് എഴുതിയെടുത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ നിരാഹാര സമരവുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ ആ സമരം സാമാന്യബോധമുള്ള, മതേതരത്വ ബോധമുള്ള എല്ലാ ജനങ്ങളും ഏറ്റെടുക്കുകയും കേരളം ഒന്നാകെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സമരം ചൂടുപിടിച്ചതോടെ നിയമപോരാട്ടങ്ങളും ആരംഭിച്ചു. നിയമം നീതിക്ക് മുന്നിൽ വഴിമാറി. തീരദേശത്തെ സമരപരിഹാരത്തിനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഭൂമി പണം കൊടുത്തു വാങ്ങിയ ജനതയെ ഇറക്കി വിടരുത് എന്ന് സമരപ്പന്തൽ സന്ദർശിച്ച് PV അൻവർ പറഞ്ഞു. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനം
സർക്കാർ അവസാനിപ്പിക്കണം. സർക്കാരിന് തീർക്കാവുന്ന ഒരു വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതൊരു വലിയ വിഷയമാക്കി ഇതൊരു എന്താ പറയുക വർഗീയ വിഷയത്തിലേക്ക് കടക്കത്തക്ക രീതിയിൽ അതിനെ എരിതീയിൽ എണ്ണയൊഴിക്കുന്ന ഈ സ്വഭാവം സർക്കാർ അവസാനിപ്പിക്കണം. രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി കടലാസ് വീടുകൾ തലയിൽ വെച്ച് ജനങ്ങൾ കടലോരത്ത് നിൽപ്പ് സമരം നടത്തും. 24 കൊച്ചി. ലോകം ആശ്വാസത്തിന്റെ ദീർഘശ്വാസമെടുത്ത രാത്രിയായിരുന്നു ഇന്നലെ. ഗസയിലെ ഹമാസ് തടവറയിൽ നിന്ന് 3 ബന്ദികൾ ഇസ്രായേലിലെത്തി. ഇസ്രായേലിലെ ഇരുട്ടറയിൽ കഴിഞ്ഞ 90-ലധികം പലസ്തീനികൾ ജന്മനാട്ടിലെത്തി. ഗസയിൽ സമാധാനത്തിന്റെ ദിനങ്ങൾ പുലരുന്നതിന്റെ ആദ്യ സൂചനകളായിരുന്നു ഈ ദൃശ്യങ്ങൾ. 471 ദിവസത്തെ കാത്തിരിപ്പ്. ഗസയിൽ തീമഴ പെയ്യിച്ച് തിരഞ്ഞിട്ടും ഇസ്രയേൽ സേനയുടെ കണ്ണെത്താത്ത ഇരുട്ടിൽ ഹമാസ് മറച്ചുവെച്ചവരിൽ 3 പേർ സ്വതന്ത്രരായി. ഇന്ത്യൻ സമയം രാത്രി 7:30 ബന്ദി കൈമാറ്റത്തിന്റെ തുടക്കം. ഹമാസ് താവളത്തിൽ നിന്ന് 3 വനിതകൾ റെഡ് ക്രസന്റ് വാഹനത്തിലേക്ക്, അവിടെ നിന്ന് ദക്ഷിണ ഇസ്രയേലിലുള്ള ക്യാമ്പിലേക്ക്. We welcomed home 3 hostages, 3 young women after 471 days in Hamas captivity. ഏറെ വൈകാതെ 3 പേരും ഇസ്രയേൽ താവളത്തിൽ. മോചിതരായ സന്തോഷത്തിൽ വീട്ടുകാരുമായി വീഡിയോ കോൾ. ഇസ്രയേലിൽ ആഹ്ലാദ പ്രകടനം. ഇസ്രയേൽ തടവറയിൽ നിന്ന് മോചിതരാകുന്ന പലസ്തീൻകാരെ സ്വീകരിക്കാൻ ഗസയിൽ ഒരുക്കങ്ങൾ. തകർന്നടിഞ്ഞ ഗസയിൽ വെടിനിർത്തലിന്റെ ആശ്വാസ കണ്ണീർ. ഇസ്രയേൽ ജയിലറയിൽ കഴിഞ്ഞ സ്ത്രീകളും കുട്ടികളും പലസ്തീനിലേക്ക്. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ആഗ്രഹിക്കാം ഗസയിൽ സമാധാനത്തിന്റെ ദിനങ്ങൾ പുലരട്ടെ. റിസർച്ച് ഡെസ്ക് 24. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഗോപൻ സ്വാമിക്ക് പ്രമേഹത്തെ തുടർന്ന് കാലിൽ 2 മുറിവുകൾ ഉണ്ടായി എന്ന് കണ്ടെത്തി. ഹൃദയവാൽവിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ എന്നും റിപ്പോർട്ടിലുണ്ട്. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ ഗോപൻ സ്വാമിയുടെ ശരീരത്തിൽ അസ്വാഭാവികമായ മുറിവുകളോ ക്ഷതങ്ങളോ കണ്ടെത്തിയില്ല. കാലുകളിൽ പഴക്കം ചെന്ന മുറിവുണ്ട്. ഇത് പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായതാണ്. ഹൃദയവാൽവിൽ 2 ബ്ലോക്ക് കണ്ടെത്തി. ഇത് മരണകാരണമായോ എന്ന് പറയാൻ കഴിയില്ല. ദീർഘനാളായി കിടപ്പിലായിരുന്നു ഗോപൻ. ഇതിന്റെ ഭാഗമായി ചെറിയ മുറിവുകളും കരിവാളിപ്പും ശരീരത്തിലുണ്ടായിരുന്നു. അസ്വാഭാവിക മരണത്തിന് പ്രാഥമിക റിപ്പോർട്ടിൽ തെളിവ് കണ്ടെത്തിയിട്ടില്ല. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കിട്ടിയാലേ മരണകാരണത്തിൽ വ്യക്തതയുണ്ടാകൂ. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനാ ഫലം വരാൻ ഇനിയും സമയമെടുക്കും. അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിനുശേഷം മാത്രം. എന്നാൽ ഗോപന്റെ ബന്ധുക്കളെ അടുത്ത ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ചേന്ദമംഗലം കൊലപാതക കേസിലെ പ്രതി ഋതുവിനെ ഇന്ന് പറവൂർ കോടതിയിൽ ഹാജരാക്കും. പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉൾപ്പെടെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. ചേന്ദമംഗലം കൊലപാതകത്തിലെ പ്രതി ഋതുവിനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. രാവിലെ 11 മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ പ്രതിയെ ഹാജരാക്കിയിട്ടില്ല. 5 ദിവസത്തേക്കാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉൾപ്പെടെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രതിയുടെ ഫോൺ കോൾ വിവരങ്ങളടക്കം പോലീസ് കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു. പ്രതിക്കെതിരെ കടുത്ത ജനരോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെളിവെടുപ്പടക്കം പോലീസിന് വെല്ലുവിളിയാകും. കൊലപാതകം നടന്ന വീട്ടിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ കൂടുതൽ പോലീസിനെ നിയോഗിക്കേണ്ടതുണ്ട്. ജയിലിനുള്ളിലും പ്രതി യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് പെരുമാറുന്നതെന്നാണ് പോലീസിന് ജയിൽ അധികൃതർ നൽകിയ വിവരം. എസ് ശ്യാംകുമാർ, 24 കൊച്ചി.
മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുത്ത സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെടാൻ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ ചേർന്ന അടിയന്തര യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 5 മന്ത്രിമാർക്ക് ഇത് സംബന്ധിച്ച് വിയോജനക്കുറിപ്പ് നൽകും. ഇന്ന് നടന്ന യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായി. വാട്ടർ അതോറിറ്റി ഓഫീസ് ഉൾപ്പെടെ 3 ഇടങ്ങളിലേക്ക് BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് റദ്ദാക്കണമെന്ന പ്രത്യേക അജണ്ടയിലാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നത്. BJP ഈ വിഷയത്തിൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് പ്രസിഡന്റ് രേവതി ബാബു ആദ്യമേ അനുമതി നിഷേധിച്ചു. പ്രമേയത്തിന് ഒരാഴ്ച മുൻപ് അനുമതി വാങ്ങണമെന്ന് അറിയിച്ചു. തുടർന്ന് പലതവണ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. മദ്യനിർമ്മാണശാലയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് നൽകിയതിൽ കോൺഗ്രസ് അംഗത്തിന് പങ്കുണ്ടെന്ന ആരോപണവും അടിയന്തര യോഗം വിളിച്ചത് എന്തിനെന്ന CPIM അംഗത്തിന്റെ ചോദ്യവും പരസ്പരമുള്ള രൂക്ഷമായ വാക്പോരിൽ കലാശിച്ചു. മദ്യനിർമ്മാണശാല വരുന്നതിലെ വിയോജിപ്പ് സർക്കാരിനെ അറിയിക്കാൻ ഭരണസമിതി തീരുമാനിച്ചു. പഞ്ചായത്തിന്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, കൃഷിരീതികൾ, സാധാരണക്കാർ ഇതൊക്കെ വെച്ചും കൊണ്ട് പഞ്ചായത്തിൽ ഇത്തരമൊരു സ്ഥാപനം വരുന്നതിനോട് ഈ ഭരണസമിതിക്ക് താല്പര്യമില്ല എന്നുള്ള ഞങ്ങളുടെ വിയോജനം ഗവൺമെന്റിലേക്ക് ഇന്നത്തെ തീരുമാനത്തിന്റെ കോപ്പി ഇന്ന് തന്നെ മെയിൽ അയക്കാനായിട്ട് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മദ്യനിർമ്മാണശാല വരുന്നതിൽ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാതെ CPIM അംഗങ്ങൾ ഇതിപ്പോ സർക്കാരിൽ നിന്ന് ഒരു തീരുമാനവും മറ്റും ഒന്നും വരാതെ ഒരു ശൂന്യതയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു അജണ്ട പോലെയാണ് ഇന്ന് അജണ്ട വെച്ചിട്ടുള്ളത്. അപ്പൊ ആ അജണ്ടയിൽ മേൽ ഒരു തീരുമാനം ഞങ്ങൾക്ക് പറയാനില്ല. എലപ്പുള്ളി പഞ്ചായത്തിലേക്കും വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും ഉൾപ്പെടെ BJP പ്രതിഷേധ മാർച്ച് നടത്തി. 24 പാലക്കാട്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വയനാട്ടിൽ വിശ്വാസം മറയാക്കി ആദിവാസി സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ചതായി പരാതി. തിരുനെല്ലി സ്വദേശിയാണ് കട്ടിക്കുളം സ്വദേശിയായ വർഗീസിനെതിരെ പരാതി നൽകിയത്. മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്ന തന്നെ ഇത് മറയാക്കി നിരന്തരം ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് അതിജീവിത 24-നോട് പറഞ്ഞു. പുളിമൂട് കുന്നിലെ വർഗീസ് എന്ന ഒരാൾ എൻ്റെ മോളെ കല്യാണവുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് വന്ന് കല്യാണമെല്ലാം നടത്തി. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കാലം നല്ല രീതിയിൽ തന്നെയായിരുന്നു. ഒരിക്കൽ 2023 ഏപ്രിൽ 2 എൻ്റെ ആങ്ങളേൻ്റെ മോളെ കല്യാണം നടന്നു. കുറ്റ്യാടി ആ ഭാഗത്തേക്കാണ് കെട്ടിച്ചു കൊടുത്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയത് ഞാൻ ഒറ്റക്കാണ് വീട്ടിൽ. അന്നേരം ഒരു വൈകുന്നേരം ആണ് ഇയാൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെയായിരുന്നു അയാളോട് സംസാരിക്കുകയോ എല്ലാം ചെയ്തത്. എന്നിട്ട് അയാൾ ഏതോ ഒരു സ്വാമീൻ്റെ അടുത്ത് പോയിട്ടാണ് പോലും വന്നത്. ഒരു ജപിച്ച ചരടെല്ലാം എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിലെല്ലാം കെട്ടിത്തന്നിട്ട് എന്നെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ടും എന്നെ പീഡിപ്പിക്കുമായിരുന്നു ലൈംഗികമായിട്ടെല്ലാം. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞാൽ ആ സ്വാമീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്നെ കൊന്നുകളയും, നീ മാത്രമല്ല നിൻ്റെ കുടുംബത്തോട് ഉണ്ടാവില്ല ഭൂമിയിൽ എന്നെല്ലാം. അങ്ങനെ എപ്പോൾ വരുമ്പോഴും ഇയാൾ ഇടയ്ക്കിടയ്ക്കെല്ലാം വീട്ടിൽ വരുമ്പോഴെല്ലാം കള്ളും കുടിച്ചിട്ടാണ് വരിക. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സമീർ, ഇതിൽ ഈ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ ഒരു പോലീസിൽ അറിയിച്ചിട്ടുണ്ടോ? ആ നിലയ്ക്ക് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങേറ്റം ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട പരാതി അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെയാണല്ലോ, വെളിപ്പെടുത്തലാണല്ലോ ഇപ്പോൾ വരുന്നത്. വിജയകുമാർ, നിലവിൽ കുടുംബം അല്ലെങ്കിൽ പരാതിക്കാരി തിരുനെല്ലി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ആരോപണ വിധേയനായ വർഗീസിനെ പ്രതി ചേർത്തുകൊണ്ട് തിരുനെല്ലി പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഇതെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ അതിജീവിത പറയുന്നത് 2023 ഏപ്രിൽ മുതൽ 2024 ഡിസംബർ വരെയുള്ള കാലയളവിലാണ് ഈ അതിജീവിതയെ വർഗീസ് എന്ന് പറയുന്നയാൾ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയത് എന്നുള്ളതാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. ആദ്യം ഈ ഒരു സ്വാമി ജപിച്ചതാണെന്ന് പറഞ്ഞ് ഒരു ചരട് അതിജീവിതയുടെ കയ്യിൽ നിർബന്ധിച്ച് ഈ വർഗീസ് കെട്ടുന്നു. അതിന്
പിന്നാലെ ഇനി നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരിക്കലും തന്നെ പുറത്ത് പറയരുത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ നിന്നെ കൊലപ്പെടുത്തണം എന്നുള്ളതാണ് സ്വാമി പറഞ്ഞത് എന്നുള്ളതാണ് ഈ അതിജീവിത വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ ഇവരെ പല ഘട്ടങ്ങളിലായി ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. പലപ്പോഴും മദ്യപിച്ചെത്തിയാണ് ഇയാൾ ഈ അതിജീവിതയെ പലതവണയായി പീഡിപ്പിച്ചത്. ആരെടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊലപ്പെടുത്തുമെന്നുള്ളതാണ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ 2023 ഏപ്രിൽ മുതൽ 2024 ഡിസംബർ വരെയുള്ള കാലയളവിൽ പല തവണയായി ഈ സ്ത്രീ അല്ലെങ്കിൽ അതിജീവിത ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. ഈ ചരട് ഉപേക്ഷിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പീഡന വിവരം പുറത്തു പറഞ്ഞു കഴിഞ്ഞാലോ കൊല്ലപ്പെടുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായും ഈ അതിജീവിതയെ പല ഘട്ടങ്ങളിൽ അയാൾ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഈ വിവരം പുറത്തു കൊണ്ടുവന്ന ഈ സാമൂഹ്യ പ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്? നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഞങ്ങൾക്ക് ഈ അടുത്ത കാലത്താണ് ഇവരൊരു പരാതി കിട്ടുന്നത്. ആ പരാതിയുടെ പുറത്താണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അന്വേഷിക്കുമ്പോൾ കഴിഞ്ഞ വർഷം 2023 ജൂൺ മാസത്തിൽ 1-ാം തീയതി ഇവർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ഇവരുടെ മകൾ മുഖേന പരാതി കൊടുത്തിരുന്നു. ആ പരാതി അന്നത്തെ അവിടെയുള്ള പോലീസുകാരുടെയും ഇവരുമായിട്ട് ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കളുടെയും ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ഇവർ അത് അന്ന് പിൻവലിക്കുകയും ഒത്തീർപ്പാക്കി തിരുനെല്ലി പോലീസിലാണ് നൽകിയത്. തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി അത് അന്നത്തെ കാലത്ത് അവരുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് അത് ഇല്ലാതാക്കുകയും ഒത്തീർപ്പാക്കുകയും ചെയ്തു. അതിനുശേഷം ഇവര് ഭീഷണിയുടെ നിഴലിൽ തന്നെ. ശരി സമീർ, എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരട്ടെ. ആ പരാതി പോലീസിൽ ഏൽപ്പിക്കാനും ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ പുറത്തു വരാനും ആ അതിജീവിതയെ സഹായിച്ച നാട്ടുകാരന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. പോലീസ് അതിൽ കേസെടുത്തിട്ടുണ്ട്. ഈ വർഗീസ് എന്നയാളെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് ഉടൻ കടക്കും എന്നാണ് വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ പ്രതികളായ കോൺഗ്രസ് നേതാക്കൾ ചോദ്യം ചെയ്യലിന് ഹാജരായി. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ ട്രഷറർ KK ഗോപിനാഥൻ എന്നിവരെയാണ് ചോദ്യം ചെയ്യലിന് വിധേയരാക്കുന്നത്. സുൽത്താൻ ബത്തേരി DYSP ഓഫീസിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. DCC ട്രഷറർ MN വിജയൻ, മകൻ ജിനേഷ് എന്നിവർ ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് നേതാക്കൾക്കെതിരെ ഉള്ളത്. ചോദ്യം ചെയ്യലിനായി രാവിലെ 9:30 വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ ട്രഷറർ KK ഗോപിനാഥൻ എന്നിവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായത്. ബത്തേരി DYSP KK അബ്ദുൾ ഷരീഫാണ് ചോദ്യം ചെയ്യുന്നത്. മുൻകൂർ ജാമ്യ ഉത്തരവിലെ നിബന്ധനകൾ പ്രകാരമാണ് നേതാക്കൾ ചോദ്യം ചെയ്യലിന് എത്തിയത്. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ കേസിലെ 1-ാം പ്രതി IC ബാലകൃഷ്ണനെ ഒരാഴ്ചക്കകം ഹാജരായാൽ മതി. കഴിഞ്ഞ ദിവസമാണ് നേതാക്കൾക്ക് കോടതി മുൻകൂർ ജാമ്യം നൽകിയത്. ബാങ്ക് നിയമനത്തിനായി IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കോഴ വാങ്ങിയെന്നും തന്നെ സാമ്പത്തികമായി കുരുക്കിലാക്കിയെന്നും NM വിജയൻ എഴുതിയ കത്തിലുണ്ടായിരുന്നു. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് CPIM പ്രതിഷേധം തുടരുകയാണ്. 24 വയനാട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നു പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി MK രാഘവൻ MPയും എഴുത്തുകാരൻ UK കുമാരനും. ആരോഗ്യവകുപ്പ് ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്ന് UK കുമാരൻ വിമർശിച്ചു. ഇന്നത്തെ യോഗത്തിൽ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ തുടർ സമരപരിപാടികളിലേക്ക് പോകുമെന്ന് MK രാഘവൻ MPയും പ്രതികരിച്ചു. മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ സർക്കാരിന്റെ ഇടപെടലുണ്ടാകാത്ത പശ്ചാത്തലത്തിലായിരുന്നു MK രാഘവൻ MP 24 മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചത്. എഴുത്തുകാരൻ UK കുമാരൻ നാരങ്ങവെള്ളം നൽകി ഈ സമരം അവസാനിപ്പിച്ചു. ആരോഗ്യവകുപ്പ് കോഴിക്കോടിനെ അവഗണിക്കുകയാണെന്ന് MK രാഘവൻ MP. കോഴിക്കോടിനോട് എന്തിനാണ് ഇത്ര അവഗണന? രോഗികൾ വർദ്ധിച്ചതുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായതെന്ന് പറയുന്ന മന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് 38 ഡോക്ടർമാരെ ഇവിടുന്ന് സ്ഥലമാറ്റം നടത്തിയത്? രോഗികൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നായിരുന്നു UK കുമാരന്റെ വിമർശനം. ബഹുമാനപ്പെട്ട MP ഇവിടെ ഉപവാസമരം നടത്താൻ തുടങ്ങിയിട്ട് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു സർക്കാർ പ്രതിനിധി പോലും ഈ സമരത്തെക്കുറിച്ച്, ഈ ഉപവാസത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുവാൻ പോലും തയ്യാറായില്ല എന്നുള്ളതും ഏറെ പ്രബുദ്ധമായ കേരളത്തിൽ ഖേദകരമായ ഒരവസ്ഥയുണ്ടാക്കുന്ന സംഭവമാണ്. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വഴിയിൽ തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. 9 മാസത്തെ കുടിശ്ശികയായ 90 കോടി രൂപ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ന്യായവില മരുന്നുകടകളിലേക്കുള്ള വിതരണം മരുന്ന് കമ്പനികൾ നിർത്തിയത്. 24 കോഴിക്കോട്. എറണാകുളം അങ്കമാലിയിൽ നിന്ന് പിടികൂടിയ ബംഗ്ലാദേശ് പൗരനെ ചോദ്യം ചെയ്യലിനായി SP ഓഫീസിലെത്തിച്ചു. ദിൽവാർ ഹുസൈൻ എന്ന ബംഗ്ലാദേശി പൗരനെയാണ് പോലീസ് പിടികൂടിയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 20-ലധികം ബംഗ്ലാദേശ് പൗരന്മാരുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചു. ശ്യാംകുമാർ വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇതിൽ പോലീസ് സംശയിക്കുന്നത് എന്തൊക്കെയാണ്? കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
വിജയകുമാർ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് പോലീസ് ബംഗ്ലാദേശി യുവതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അങ്കമാലിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശി പൗരനെ അങ്കമാലി പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. KSRTC സ്റ്റാൻഡിന് സമീപത്താണ് ഇയാൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്തതോടെയാണ് ഈ എറണാകുളം ജില്ലയിൽ മാത്രം താമസിക്കുന്ന 20-ലധികം ബംഗ്ലാദേശികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇടപെടുകയാണ് ശ്യാമ. ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ 20-ലധികം ബംഗ്ലാദേശ് പൗരന്മാരുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്താൻ, തിരിച്ചറിയാനൊക്കെയുള്ള നടപടികളിലേക്ക് കൊച്ചി സിറ്റി, എറണാകുളം സിറ്റി റൂറൽ പോലീസ് കടന്നിട്ടുണ്ട്. S. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് കേരള നിയമസഭയുടെ ആദരം. ഉദാരവൽക്കരണ നയത്തിലൂടെയും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് സ്പീക്കർ N. ഷംസീർ അനുസ്മരിച്ചു. ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിലപാടുകൾ പ്രശംസനീയമായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയും ഓർമ്മിച്ചു. ധനകാര്യ വിദഗ്ധൻ, അക്കാദമിക് പണ്ഡിതൻ, ഭരണാധികാരി എന്നീ നിലകളിൽ ബഹുമുഖ വ്യക്തിത്വമായ ഡോക്ടർ മൻമോഹൻ സിംഗിന് ചരമോപചാരം അർപ്പിക്കൽ മാത്രമായിരുന്നു ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിന്റെ അജണ്ട. അന്തരിച്ച മുൻ പ്രധാനമന്ത്രിക്ക് സഭയുടെ ആദരമർപ്പിച്ച് സ്പീക്കർ N. ഷംസീറാണ് ആദ്യം സംസാരിച്ചത്. 1991 നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു. അദ്ദേഹം പുത്തൻ സാമ്പത്തിക നയങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ 3 ആശയങ്ങളിലൂടെ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി. പ്രഗത്ഭനായ ഈ ധനകാര്യ വിദഗ്ധനെയും നിശ്ചയദാർഢ്യമുള്ള രാഷ്ട്രതന്ത്രജ്ഞനുമാണ് മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ബഹുമുഖ വ്യക്തിത്വം ഓർത്തെടുത്ത മുഖ്യമന്ത്രി വിദ്യാഭ്യാസ രംഗത്തിന് മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകളും അനുസ്മരിച്ചു. മതനിരപേക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പ്രതിഭാശാലിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, സൗമ്യനും നിശ്ചയദാർഢ്യമുള്ളവനുമായ ദേശസ്നേഹി എന്നിങ്ങനെ പൊതുമണ്ഡലത്തിൽ ശോഭിച്ച അനിതര സാധാരണനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. രാജ്യത്തിന്റെ സമ്പദ്ഘടന ഭദ്രമാക്കുന്നതിലും അതിലൂടെ ലഭിച്ച പണം സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ, സങ്കടങ്ങൾ മാറ്റാൻ, വിഷമങ്ങൾ മാറ്റാൻ, അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. മറ്റു കക്ഷി നേതാക്കളും അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് സംസാരിച്ചു. 24 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിൽ വിചാരണ കോടതി നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. രാഹുലിന്റെ ഹർജിയിൽ സുപ്രീം കോടതി പരാതിക്കാരനും ജാർഖണ്ഡ് സർക്കാരിനും നോട്ടീസ് അയച്ചു. കേസിലെ ജാർഖണ്ഡ് ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി നൽകിയ ഹർജിയിലാണ് നടപടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊലക്കേസ് പ്രതിയാണെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിലായിരുന്നു കേസ്. BJP പ്രവർത്തകൻ നവീൻ ഝായാണ് രാഹുലിനെതിരെ പരാതി നൽകിയത്. 2018 കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം. പ്രവാസ ലോകത്തും സൈബർ ആക്രമണങ്ങൾക്ക് കുറവില്ല. സോഷ്യൽ മീഡിയയിലെ പരിഹാസവും ഭീഷണിയും അതിരുവിട്ടപ്പോൾ അഭിനയവും നൃത്തവും ഉപേക്ഷിച്ച കൊല്ലം സ്വദേശി ടോണിക്ക് പറയാനുള്ളത് കണ്ണീരിന്റെ നനവുള്ള ഓർമ്മകളാണ്. UAE-യിലെത്തിയ ശേഷവും സൈബർ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ടോണി. ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ തന്റെ കലാപ്രകടനവുമായി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ശ്രദ്ധേയ സാന്നിധ്യമായി. എന്നാൽ സൈബർ ബുള്ളിയിങ് കാരണം അന്നുണ്ടായിരുന്ന ജോലി വരെ നഷ്ടപ്പെട്ട കഥയാണ് ടോണിക്ക് പറയാനുള്ളത്. നാട്ടിൽ സ്റ്റേജ് ഷോയും ഒപ്പം മേക്കപ്പും ഒക്കെയായി കഴിയുന്നതിനിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കലശലായപ്പോൾ കുടുംബത്തെ നോക്കാനായി വിമാനം കയറിയതാണ് ടോണി. ദുബായിൽ ഒരു ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഒഴിവ് സമയത്ത് സന്തോഷത്തിനായി ടിക്ടോക്കിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തു തുടങ്ങിയത്. സ്ത്രീ കഥാപാത്രങ്ങളുടെ വീഡിയോകളായിരുന്നു കൂടുതലും ചെയ്തിരുന്നത്. വീഡിയോകൾ വൈറലാവാൻ തുടങ്ങിയതോടെ ടോണിയുടെ കഷ്ടകാലവും തുടങ്ങി. ഞാൻ കൂടുതൽ ഫീമെയിൽ ടച്ചുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റോടാണ്. ഫീമെയിൽ ഓറിയന്റഡ് വീഡിയോകളാണ് ചെയ്തു കൊടുക്കുന്നത്. മേക്ക് ഓവർ അങ്ങനെയുള്ള വീഡിയോകളാണ് കൂടുതലും ക്രിയേറ്റീവ് ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെ കമന്റും ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് വന്ന് ഡയറക്റ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ജോലി വരെ പോയി ഒരു കാരണം കൊണ്ട്. ഒരു പരിചയമില്ലാത്ത ആളുകൾ ഫേക്ക് ഐഡികളിൽ നിന്ന് കുടുംബത്തിലെ അംഗങ്ങളെ പോലും വിടാതെ ചീത്ത പറയുന്നത് കേട്ട് തകർന്നു പോയ നിമിഷങ്ങൾ. പച്ചയ്ക്കുള്ള തെറികൾ മീൻസ് നമ്മളെ പറഞ്ഞാലും പ്രശ്നമായി. വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഹേറ്റിംഗ് ആണ്. കാരണം നമ്മൾ ഈ പ്രവാസിയായിട്ട് വന്ന് ഇവിടെ നിന്നിട്ട് മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അവരെ ഒരു മുള്ളുകൊല്ലുകൊണ്ടുപോലും നോവിക്കരുതെന്നാണ്. പക്ഷെ നമ്മളെ കുറിച്ച് അറിയത്തില്ല, നമ്മൾ എന്താണെന്ന് അറിയത്തില്ല, അറിയാത്ത ആളുകൾ വന്ന്
അമാതിരിയുള്ള വൃത്തികേടുകൾ പറയുമ്പോൾ കുറേയൊക്കെ ഞാൻ സ്ക്രീൻഷോട്ടുകളാക്കി ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. ഒടുവിൽ സഹികെട്ട് വീഡിയോ ചെയ്യുന്നത് നിർത്തേണ്ടിയും വന്നു. ജോലിയും നഷ്ടപ്പെട്ടു. എന്തിനാണ് ഇങ്ങനെ ആളുകൾ ഉപദ്രവിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നും അന്ന് അനുഭവിക്കേണ്ടി വന്ന വിഷമം ഇപ്പോൾ ഓർക്കുമ്പോഴും കണ്ണ് നിറയുമെന്നും ടോണി പറയുന്നു. അതാണ് ജെൻഡറിനെ ഒക്കെ വെച്ചിട്ട് കളിയാക്കൽ. എന്തിനാണ് നീയൊക്കെ നിന്നെയൊക്കെ കൊല്ലണം, എന്താ പച്ചയ്ക്ക് കിട്ടിയ കത്തിക്കണം, ഒരുപാട് പറയുമ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, നമ്മള് ഇവരൊക്കെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, പക്ഷെ വരുന്ന കമന്റ്സുകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് ഒരു ടോണിയുടെ മാത്രം കഥയല്ല. ഇത്തരത്തിലുള്ള നിരവധി ടോണിമാരാണ് ഈ പ്രവാസ ലോകത്തും ഓരോ നിമിഷവും സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത്. ദുബായിൽ നിന്നും ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. തിരുവനന്തപുരം കിളിമാനൂരിൽ ലഹരിക്കടിമയായ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലിരുന്ന പിതാവ് മരിച്ചു. കിളിമാനൂർ പുരുന്തമൺ സ്വദേശി ഹരികുമാറാണ് മരിച്ചത്. മകൻ ആദിത്യകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, 2 ദിവസമായതേ ഉള്ളൂ താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നത്. അതിൻ്റെ ഭീതി സമൂഹത്തിൽ വിട്ടുമാറുന്നതിന് മുൻപാണ് മറ്റൊരു വാർത്ത, സമാന സ്വഭാവമുള്ള വാർത്ത തിരുവനന്തപുരത്തു നിന്ന് വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് മക്കൾ പോകുന്ന സാഹചര്യം അത് ഇപ്പോൾ തിരുവനന്തപുരത്ത് മറ്റൊരു കേസായി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇക്കഴിഞ്ഞ 15-ന് വൈകുന്നേരം 5 മണിക്കായിരുന്നു ഈ സംഭവം തിരുവനന്തപുരം കിളിമാനൂർ പുരുന്തമൺ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നടക്കുന്നത്. ഈ മാതാവിൻ്റെ മൊബൈൽ ഫോൺ മകൻ ആദിത്യ കൃഷ്ണൻ 22 വയസ്സുകാരനായിരുന്നു. ഇയാൾ പിടിച്ചു വാങ്ങി. ഈ വിവരം മാതാവ് പിതാവായിട്ടുള്ള ഹരികുമാറിനെ വിളിച്ചറിയിച്ചു. പിതാവ് വീട്ടിൽ വന്ന് മൊബൈൽ തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി. വാക്കുതർക്കത്തിനൊടുവിൽ മകൻ പിതാവിൻ്റെ മുഖത്ത് കൈമുറുക്കി ഇടിച്ച ശേഷം ചവിട്ടി താഴേക്ക് വീഴ്ത്തുകയായിരുന്നു. വീഴ്ചയിൽ തറയോടിൽ തലയിടിച്ച് പിതാവിന് ഗുരുതരമായി പരിക്കേറ്റു. മാത്രമല്ല മുഖത്തും തലയിലും പരിക്കേറ്റ ഹരികുമാറിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഈ പ്രവേശിപ്പിക്കുന്ന സമയത്തൊക്കെ അവർ പറഞ്ഞിരുന്നത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റതാണ് എന്നുള്ള വിവരമാണ്. എന്നാൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 2:15 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഹരികുമാർ മരിച്ചു. ഇതിനുശേഷമാണ് ഈ വിവരങ്ങളെക്കുറിച്ച് ബന്ധുക്കൾ പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്ത കൊലപാതക വകുപ്പ് ചുമത്തി എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. അതേസമയം ഈ മകൻ ആദിത്യകൃഷ്ണ എന്ന് പറയപ്പെടുന്നയാളെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. യെസ്, എന്തായാലും ഇപ്പോൾ ഈ പ്രതിക്കെതിരെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദിത്യ കൃഷ്ണയെ കസ്റ്റഡിയിലായിട്ടുണ്ട്, പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇതൊരു ബൈക്ക് അപകടം എന്ന് സ്ഥാപിക്കാനായിരുന്നു ഈ പ്രതിയായ മകൻ ഈ ദിവസങ്ങളിലൊക്കെ ശ്രമിച്ചത്. പക്ഷേ അതല്ല എന്നിപ്പോൾ പോലീസിന് വ്യക്തമായി. അങ്ങനെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രതി കസ്റ്റഡിയിലാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താമഴ അവസാനിക്കുന്നു.